നമുക്ക് 8ാം ക്ലാസ്സുകാരുടെ കെമിസ്ട്രിയുടെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും നോക്കാം. ഇതിൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ആൻസേഴ്സ് ലഭ്യമാണ് കേട്ടോ. നോക്കിയോളൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം. ഒന്നാമത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിയോളൂ, എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അവയുടെ സിമ്പിൾസ് തന്നിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ സിമ്പിൾ ഏതാണ്? AL അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1 C. അടുത്ത അയണിൻ്റെ സിമ്പിൾ FE അല്ലേ? FE. അടുത്ത അപ്പോൾ 2 D. അടുത്തത് ഫ്ലൂറിൻ F. അപ്പോൾ 3 A. ഗോൾഡിൻ്റെ AU ഓറം അല്ലേ? AU എന്ന് പറയും. അപ്പോൾ 4 B. അപ്പോൾ ഇവിടെ നോക്ക്, ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1 C, 2 D, 3 A, 4 B. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഗോൾഡ് ക്യാൻ ബി കോട്ടഡ് ഓൺ എ കോപ്പർ ബാങ്കിൾ ബൈ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഒരു കോപ്പർ ബാങ്കിളിൽ ഗോൾഡ് കോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻ ദിസ് പ്രോസസ് ദ കോപ്പർ ബാങ്കിൾ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഈ ഒരു പ്രോസസ്സിൽ കോപ്പർ ബാങ്കിളിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലാണ് കണക്ട് ചെയ്യുന്നതെന്നാണോ? അല്ല, ഇവിടെ നമ്മൾ കോപ്പർ ബാങ്കിളിനെ നെഗറ്റീവ് ടെർമിനലിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇവിടെ നോക്കിയോളൂ, ഓപ്ഷൻസ് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ ഇൻകറക്റ്റ് ആണോ? അല്ല, ഒന്നാമത്തത് കറക്റ്റ് ആണ് അല്ലേ? അടുത്ത B, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് ആണോ? അല്ല, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് അല്ല, റോങ് ആണ്. അടുത്ത C, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. അടുത്ത ഹവർ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. അത് മാത്രമല്ല, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ C, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഓപ്ഷൻ C, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ഹവർ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ളത്. അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഫ്രം 3 to 8 ഹാവ് ചോയ്സസ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 2 സ്കോർസ്. അതായത് 3 മുതൽ 8 വരെയുള്ള ചോദ്യം നമ്മൾ ആൻസർ എഴുതണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനൊക്കെ ചോയ്സസ് ഉണ്ടാവും, ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ട്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2 atoms of hydrogen and 1 atom of oxygen combine to form 1 molecule of water ആണല്ലോ. വാട്ടറിൻ്റെ ഒരു മോളിക്യൂൾ എന്ന് വെച്ചാൽ H2O അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? അതിൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ആണ് ഉള്ളത്. ശരിയാണ്. 2 atoms of oxygen combine to form 1 molecule of oxygen. ഓക്സിജൻ്റെ 2 ആറ്റംസ് ചേർന്നിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നതെന്ന്. അതും ഓക്കെ, കറക്റ്റാണ്. ഇനി ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. ക്വസ്റ്റ്യൻ എന്താണ്? ദ സബ്സ്റ്റൻസസ് ദാറ്റ് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ കോമ്പണൻസ് ബൈ കെമിക്കൽ റിയാക്ഷൻസ് ആർ കാൾഡ്. അതായത് രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങൾ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ. ഇനി അടുത്ത B ക്വസ്റ്റ്യൻ, വാട്ടർ ഈസ് എ കോമ്പൗണ്ട്, എക്സ്പ്ലെയിൻ. ജലം ഒരു സംയുക്തമാണ്, വിശദമാക്കുക. 1 മാർക്കാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ആൻസർ മതി നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയുള്ളൂ. വാട്ടർ ഈസ് എ കോമ്പൗണ്ട്. വാട്ടർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ് അല്ലെങ്കിൽ ഒരു സംയുക്തമാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 എലമെൻറ്റ്സ്. ഇത് 2 എലമെൻറ്റ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ 2 എലമെൻറ്റ്സ് കൊണ്ടാണ് ഈ വാട്ടർ നിർമ്മിച്ചിട്ടുള്ളത്. ഇൻ എ ഫിക്സഡ് റേഷ്യോ ഓഫ് 2:1. പിന്നെ 2:1 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് റേഷ്യോയിൽ അല്ലേ, നിശ്ചിത അനുപാതത്തിൽ. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. ജലം ഒരു സംയുക്തമാണ്, കാരണം അതിൽ 2:1 എന്ന നിശ്ചിത അനുപാതത്തിൽ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ 2 മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, A, B എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. നോക്കിയോളൂ. A ക്വസ്റ്റ്യൻ ഇതാണ്. ടേക്ക് സം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇൻ എ വാച്ച് ഗ്ലാസ്. ഒരു വാച്ച് ഗ്ലാസ് എടുക്കുക, അതിൻ്റെ തലപ്പം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കുക. ആൻഡ് ആഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ടു ഇറ്റ്. അതിലേക്ക് കുറച്ച് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഡിപ്പ് 2 pieces ഓഫ് കോട്ടൺ ഇൻ ദ പ്രോഡക്റ്റ് ഫോംഡ്. അപ്പോൾ അവിടെ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു, ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നു. അതിൽ ആ ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കുക. എന്നിട്ട് ഇതിനെ റാപ്പ് 1 in ബ്ലാക്ക് പേപ്പർ. ഒരു പഞ്ഞിയിൽ മുക്കിയില്ലേ, അതിനെ ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യുക, പൊതിയുക. ആൻഡ് ലീവ് ദ അതർ ഓപ്പൺ ഫോർ സം ടൈം. എന്നിട്ട് മറ്റതിനെ നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചേക്കുക, അല്ലെങ്കിൽ തുറന്ന് അല്പസമയം വയ്ക്കുക. റൈറ്റ് ദ ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷനും ഒബ്സർവേഷനും എഴുതാൻ, നിരീക്ഷണവും നിഗമനവും എഴുതുക. ഒബ്സർവേഷൻ നോക്കിയോളൂ. ദ കോട്ടൺ പീസ് കെപ്റ്റ് ഓപ്പൺ ബിക്കംസ് ബ്ലാക്ക്. നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ച് ആ കോട്ടൺ പീസ് എന്തായി മാറി? ബ്ലാക്കിഷ് കളറായി മാറി. വൈൽ ദ അതർ വൺ ഷോസ് നോ കളർ ചേഞ്ച്. എന്നാൽ നമ്മളൊരു ബ്ലാക്ക് പേപ്പർ വെച്ച് റാപ്പ് ചെയ്ത് വെച്ചില്ലേ, അതിൽ യാതൊരുവിധ കളർ ചേഞ്ചും ഇല്ല. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? കൺക്ലൂഷൻ, സിൽവർ ക്ലോറൈഡ് ഈസ് ഫോംഡ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ സിൽവർ ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുന്നത്.
സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസസ് ഓൺ അബ്സോർബിംഗ് ലൈറ്റ് ടു ഫോം സിൽവർ. ഈ സിൽവർ ക്ലോറൈഡ്, ഇവിടെ ഉണ്ടായ ഈ സിൽവർ ക്ലോറൈഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. എന്നിട്ട് അത് എന്തായി മാറുന്നു? സിൽവറായി മാറുന്നു. സിൽവർ ക്ലോറൈഡ് എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ആവുന്നു. ഡീകമ്പോസ് വെച്ചാൽ വിഘടിക്കുന്നു. എങ്ങനെ? ഓൺ അബ്സോർബിംഗ് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട്. എന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? സിൽവർ ഫോം ചെയ്യുന്നു. വിച്ച് കോസ് ദ ബ്ലാക്കണിങ് ഓഫ് ദ കോട്ടൺ കെപ്റ്റ് ഓപ്പൺ. ഈ സിൽവറിന്റെ സാന്നിധ്യമാണ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ച ആ ഒരു കോട്ടൺ പീസ് ബ്ലാക്കിഷ് കളറായി മാറാനുള്ള കാരണം. നിരീക്ഷണം: തുറന്നു വച്ചിരിക്കുന്ന പഞ്ഞി കറുത്തു പോകുന്നു, അതേസമയം മറ്റേതിന് നിറവ്യത്യാസം ഉണ്ടാകുന്നില്ല. നിഗമനം എന്താണ്? ഈ പ്രവർത്തനത്തിൽ സിൽവർ ക്ലോറൈഡ് രൂപം കൊള്ളുന്നു. ഇത് പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ച് സിൽവർ ആയി മാറുന്നതാണ് തുറന്നു വച്ചിരിക്കുന്ന പഞ്ഞി കറുത്തു പോകാൻ കാരണം. അടുത്ത ബി ക്വസ്റ്റ്യൻ. ബിയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതായത് 4A 4B എന്നിങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. അതിൽ ബി ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. റൈറ്റ് ദ എനർജി ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന എനർജി ചേഞ്ച്, അല്ലെ, ഊർജ്ജമാറ്റം ഏതാണ്? ഏത് ഊർജ്ജമാണ് ഏത് ഊർജ്ജമായി മാറുന്നത് എന്നുള്ളത് നമ്മളിവിടെ എഴുതണം. ഏത് ഊർജ്ജമാണ്? ഇവിടെ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആകുന്നു, അല്ലെങ്കിൽ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. അടുത്തത് സർട്ടൻ മെഡിസിൻസ് ആർ സ്റ്റോർഡ് ഇൻ ബ്രൗൺ കളേർഡ് ബോട്ടിൽസ് ഗീവ് റീസൺ. ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ ബ്രൗൺ കളറിലുള്ള ബോട്ടിൽസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്നുള്ളത്. മെഡിസിൻസ് ആർ സ്റ്റോർഡ് ഇൻ ബ്രൗൺ ബോട്ടിൽസ് മെയിൻലി ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ലൈറ്റ്. ഈ മെഡിസിൻസ് നമ്മൾ ബ്രൗൺ ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യുന്നത് ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മരുന്നുകൾ പ്രകാശത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനായാണ് ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യന് 5A, B എന്നിങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കിയോളൂ. എ ക്വസ്റ്റ്യൻ: ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് ഈസ് ഗിവൺ. കാൽസ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷന്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് CaCO3 കാൽസ്യം കാർബണേറ്റ് എന്തൊക്കെയായി മാറുന്നു? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് പ്രോഡക്റ്റ്? CaO കാൽസ്യം ഓക്സൈഡ്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും, അല്ലേ? അത് രണ്ടുമാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതവിടെ എഴുതിയിട്ടുണ്ട് ആൻസർ. CaO ആൻഡ് CO2 കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഓഫ് സൾഫർ വിത്ത് ഓക്സിജൻ ടു ഫോം സൾഫർ ഡൈ ഓക്സൈഡ്. അതായത് സൾഫർ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതിന്റെ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതണം. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. സൾഫർ S പ്ലസ് ഓക്സിജൻ O2 ഗീവ്സ് SO2 സൾഫർ ഡൈ ഓക്സൈഡ്. 6ാമത്തെ ക്വസ്റ്റ്യൻ: എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ. അതായത് മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഉള്ളതും ഇരിക്കാൻ സ്പേസ് ആവശ്യമായിട്ടുള്ളത്, ഒക്കുപ്പൈ സ്പേസ്, അല്ലേ, ഇരിക്കാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് എന്ത് പറയാം? മാറ്റർ എന്ന് പറയാം. ഇനി ക്വസ്റ്റ്യൻ, 1ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മാസ്? എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ? അപ്പം മാസിന്റെ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്. അതായത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. അപ്പം എന്താണ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ്? ഒരു പദാർത്ഥത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇസ് ദ മെഷർ, ഒരു മെഷർ, അളവാണ് അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്. അതിൽ അടങ്ങിയിട്ടുള്ള മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ അളവ്. മനസ്സിലായോ? റൈറ്റ് ദ പ്രൊസീജിയർ ഓഫ് ആൻ എക്സ്പെരിമെന്റ് ടു പ്രൂവ് ദാറ്റ് മാറ്റർ ഹാസ് ഓക്കുപ്പൈ സ്പേസ്. അതായത് എന്താണ്? മാറ്ററിന് ഇരിക്കാൻ സ്ഥലം ആവശ്യമാണ്. അതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് എഴുതുക. ഇതാണ് നമ്മുടെ 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് എഴുതിയിട്ടുള്ളത്. എന്താണ്? വെൻ എ സ്റ്റോൺ ഹാങ് ഓൺ എ ത്രെഡ് ഈസ് ഡിപ്ഡ് ഇൻ ടു എ ബീക്കർ വിത്ത് മാർക്കറ്റ് വാട്ടർ ലെവൽ. അതായത് ഒരു സ്റ്റോൺ നമ്മൾ ഈ നൂലിൽ കെട്ടി ഒരു സ്റ്റോണിനെ ഡിപ്പ് ചെയ്യണം. എവിടെ ഡിപ്പ് ചെയ്യണം? അതായത് ഇങ്ങനെ മുക്കുക. ഏതിലോട്ട് മുക്കണം? ഇൻ ടു എ ബീക്കർ, ഒരു ബീക്കറിലോട്ട് ഡിപ്പ് ചെയ്യുക. വിത്ത് എ മാർക്കറ്റ് വാട്ടർ ലെവൽ. ഈ ബീക്കറിൽ അതിൻ്റെ വാട്ടർ ലെവൽ എത്രയെന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ വാട്ടർ ലെവൽ റൈസസ്. അപ്പം ഈ നമ്മൾ കല്ലിനെ ഇങ്ങനെ നൂലിൽ കെട്ടി താഴ്ത്തൂലേ, അപ്പോൾ ഈ വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നു? റൈസ് ആവുന്നു, ഉയരുന്നു. ദിസ് ഷോസ് ദാറ്റ് ദ സ്റ്റോൺ ഓക്കുപ്പൈ സ്പേസ്. ഇത് എന്താണ്? സ്റ്റോണിനിരിക്കാൻ സ്ഥലം ആവശ്യമാണെന്നാണ് കാണിക്കുന്നത്. ഹെൻസ് വി ക്യാൻ പ്രൂവ് ദാറ്റ് മാറ്റർ ഓക്കുപ്പൈ സ്പേസ്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? മാറ്ററിന് ഇരിക്കാൻ സ്പേസ് ആവശ്യമാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഈ കല്ലെന്ന് പറയുന്നത് ഒരു മാറ്ററാണ്, അല്ലേ? അത് നോക്കിയോളൂ. ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു ബീക്കറിലേക്ക് ഒരു നൂലിൽ കെട്ടി കല്ല് താഴ്ത്തുക. ജലനിരപ്പ് ഉയരുന്നത് കാണാം. ഇതിൽ നിന്ന് ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാം.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയം റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. സോഡിയം അതുപോലെ തന്നെ വാട്ടറും കൂടെ റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. ഈസ് ദിസ് എ ഫിസിക്കൽ ചേഞ്ച് ഓർ എ കെമിക്കൽ ചേഞ്ച്? വൈ? ഇത് ഫിസിക്കൽ ചേഞ്ച് ആണോ, ഭൗതിക മാറ്റമാണോ, അതോ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റമാണോ എന്ന്? ഏതാണ്? ഇതെന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലെങ്കിൽ രാസമാറ്റമാണ് അല്ലേ? എന്തുകൊണ്ടാണത് രാസമാറ്റമാണ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറയാൻ കാര്യം, വെൻ സോഡിയം റിയാക്ട്സ് വിത്ത് വാട്ടർ എ ന്യൂ സബ്സ്റ്റൻസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആർ ഫോംഡ്. ഈ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാകുകയാണ്. ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ എന്നിങ്ങനെ രണ്ട് പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്, ഒരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയുന്നത് അല്ലേ? സോഡിയം ജലവുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ എന്നിങ്ങനെയുള്ള രണ്ട് പുതിയ പദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു. അതുകൊണ്ട് ഇത് രാസമാറ്റമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, The modern periodic table that we used today is the result of the efforts of many scientists. Explain the classification of elements done by the following scientists. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത് ഒരുപാട് സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ എഫേർട്ടിൻ്റെ ഫലമാണ് അല്ലേ? അപ്പോൾ ഈ എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തില്ലേ, അതിൽ രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്ന് എഴുതണം. ഒന്നാമത്തത് ലവോസിയറും രണ്ടാമത്തത് ന്യൂലാൻഡ്സും. അപ്പോൾ ലവോസിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? നോക്കിയോളൂ, ലവോസിയ മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ലവോസിയർ ക്ലാസിഫൈഡ് എലമെന്റ്സ് ഇൻറ്റു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്നിങ്ങനെ വർഗീകരിച്ചത് ആരാണ്? ലവോസിയർ. ഇനി അടുത്തത് ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് അറേഞ്ച്ഡ് എലമെന്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഈച്ച് 8. ഇത് ഇത്രയൊന്നും നിങ്ങൾ എഴുതണ്ട. ന്യൂലാൻഡ്സിൻ്റെ എഴുതുമ്പോൾ നിങ്ങൾ ലാ ഓഫ് ഒക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഷ്ടക നിയമം എന്ന് പറഞ്ഞ ടേം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് വീഴും കേട്ടോ, ന്യൂലാൻഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എഴുതുമ്പോൾ. അപ്പോൾ ന്യൂലാൻഡ്സ് അറേഞ്ച്ഡ് ദ എലമെൻറ്റ്സ് ഇൻ എ അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. ഈച്ച് 8th element was a repetition of the first element in its properties. This classification was known as law of octaves. അതായത് ന്യൂലാൻഡ്സ് അറിയാലോ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ഓരോ 8ാമത്തെ എലമെൻറ്റും ആദ്യത്തേതിൻ്റെ ഗുണങ്ങളിൽ ആദ്യത്തേതിൻ്റെ റെപ്പറ്റീഷനാണ് അല്ലെങ്കിൽ ആവർത്തനമാണെന്ന് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം. ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് മെൻഡലീവ്സ് ക്ലാസിഫൈ എലമെൻറ്റ്സ്? മെൻഡലീവ്സ് എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണ്? റൈറ്റ് വൺ അഡ്വാൻറ്റേജ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഗുണം അല്ലെ, ഒരു മേന്മ എന്താണെന്നുള്ളത്. മെൻഡലീവ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചത്. എന്താണ്? അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ. മെൻഡലീവ്സ് അറേഞ്ച്ഡ് എലമെൻറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അന്ന് വരെ അറിയപ്പെടാതിരുന്ന പല മൂലകങ്ങളുടെയും കളങ്ങൾ ഒഴിച്ചിട്ടു. ഇവിടെയൊക്കെ പുതിയ പുതിയ ഓരോ മൂലകങ്ങൾ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആ കണ്ടുപിടിക്കപ്പെടുന്ന മൂലകങ്ങൾക്ക് ഏതൊക്കെ ഗുണങ്ങളാണുള്ളത് അതും അദ്ദേഹം പ്രവചിച്ചു. അപ്പോൾ നോക്കൂ, ബ്ലാങ്ക് സ്പേസസ് വെയർ ലെഫ്റ്റ് ഫോർ എലമെന്റ്സ് ടു ബി ഡിസ്കവേർഡ്. നമ്മൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്ന എലമെന്റ്സിന് വേണ്ടിയിട്ട് ബ്ലാങ്ക് സ്പേസസ് ഒഴിച്ചിട്ടു അല്ലേ, ലെഫ്റ്റ് ഉപേക്ഷിച്ചു. ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് വെയർ പ്രെഡിക്റ്റഡ്. എന്നിട്ട് അവയുടെ പ്രോപ്പർട്ടീസ് ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. അടുത്ത് നോക്കൂ, 1 question from 9 to 10 have choice. Each question carry 3 marks. 3 scores അല്ലേ? അതെ, 9, 10 എന്നിങ്ങനെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2 activities are given. 2 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ടേക്ക് സം അമോണിയം ക്ലോറൈഡിൻ്റെ വാച്ച് ഗ്ലാസ്. ഒരു വാച്ച് ഗ്ലാസ് എടുക്കുക, കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുക്കുക. ആഡ് സം ബേരിയം ഹൈഡ്രോക്സൈഡ് ടു ഇറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ബേരിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. ആൻഡ് സ്റ്റർ വെൽ വിത്ത് എ ഗ്ലാസ് റോഡ്. ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് ഇളക്കുക. ടച്ച് ദ ബോട്ടം ഓഫ് ദി വാച്ച് ഗ്ലാസ്. ആ വാച്ച് ഗ്ലാസിൻ്റെ ബോട്ടം സൈഡിൽ ടച്ച് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. അടുത്ത 2ാമത്തെ ആക്ടിവിറ്റി റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മഗ്നീഷ്യവും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. ഇങ്ങനെ 2 ആക്ടിവിറ്റീസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ഒബ്സർവേഷൻ ഓഫ് ആക്ടിവിറ്റി 1. ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ഒബ്സർവേഷൻ എഴുതണം. 1 മാർക്കാണ്.
നോക്കിയോളൂ, ദ റിയാക്ഷൻ അബ്സോർബ് ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്. ഈ റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ആ സറൗണ്ടിങ്സിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. സോ ദ ബോട്ടം ഓഫ് ദി വാച്ച് ഗ്ലാസ് ഫീൽസ് കോൾഡ് ടു ടച്ച്. അപ്പോൾ നമ്മൾ ആ വാച്ച് ഗ്ലാസിൻ്റെ ബോട്ടം സൈഡിൽ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല കോൾഡ് അനുഭവപ്പെടും, നല്ല തണുപ്പ് അനുഭവപ്പെടും. ഹെൻസ് ഇറ്റ് ഈസ് ആൻ എൻഡോതേർമിക് റിയാക്ഷൻ. ഇതെന്ത് റിയാക്ഷനാണ്? ഒരു എൻഡോതേർമിക് റിയാക്ഷനാണ്. എന്താണ് എൻഡോതേർമിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ താപാകിരണ പ്രവർത്തനം. അതായത് ഇവിടെ ഹീറ്റിനെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതൊരു ആകിരണം ചെയ്യുന്നു, അതായത് അത് എൻഡോതേർമിക് റിയാക്ഷൻ ആണെന്ന്. നോക്കിയുള്ളൂ മലയാളം. ഈ പ്രവർത്തനത്തിൽ ചുറ്റുപാടുകളിൽ നിന്നുള്ള താപത്തെ ആകിരണം ചെയ്യുന്നു. അതിനാൽ വാച്ച് ഗ്ലാസിൻ്റെ അടിഭാഗത്ത് സ്പർശിക്കുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഇത് ഒരു താപാകിരണ പ്രവർത്തനമാണ്. അടുത്ത രണ്ടാമത്തത്, ഹൗ ക്യാൻ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ റിയാക്ഷൻ ടു ബി ഐഡൻറ്റിഫൈഡ്. അതായത് രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗ്യാസിനെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന്, അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആ ഗ്യാസിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ തിരിച്ചറിയാം, അതാണ് ബി ക്വസ്റ്റ്യൻ. 1 മാർക്ക്. നോക്കിയോളൂ, ഇഫ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ് ബ്രോട്ട് നിയർ ദ മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. നമ്മൾ ഒരു കത്തിച്ച് വെച്ച തീപ്പെട്ടി കോലുണ്ടല്ലോ, അതിനെ നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ കൊണ്ടുവരിക. അപ്പോൾ എന്താ, ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ആ സമയത്ത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ഗ്യാസ് ഒരു പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്നു. ഹിയർ ദ ഹൈഡ്രജൻ ഗ്യാസ് വാസ് ഫോംഡ്. ഇവിടെ ഏതോ ഗ്യാസാണ് ഫോം ചെയ്തത്? ഹൈഡ്രജൻ ഗ്യാസ്. നോക്കിയുള്ളൂ, കത്തിച്ച തീപ്പെട്ടിക്കോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ വായഭാഗത്ത് കൊണ്ടുവന്നാൽ ആ വാതകം എന്താണ്, ടപ്പ് എന്ന് പറയുന്ന ശബ്ദത്തോടെ കത്തുന്നു. ഇവിടെ ഉണ്ടായ വാതകം എന്താണ്? ഹൈഡ്രജൻ ആണ്. അടുത്തത്, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദീസ് ടു റിയാക്ഷൻസ്. ഈ രണ്ട് റിയാക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട എനർജി ഏതാണ്? ഈ രണ്ട് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു എനർജിയാണ്, അതേത് എനർജിയാണ്? ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. ആൻസർ ഏതാണ്? ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. അത് എ ബി എന്നിങ്ങനെ 2 ചോയ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ആൻസർ ചെയ്താൽ മതി. എ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 1 molecule of sulfuric acid contains 2 hydrogen atoms, 1 sulfur atoms and 4 hydrogen atoms. അതായത് സൾഫൂറിക് ആസിഡിൻ്റെ ഒരു മോളിക്യൂളിൽ എന്തൊക്കെയുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 സൾഫർ ആറ്റം ഉണ്ട്, 4 ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലേ? H2SO4 അതാണ് സൾഫൂറിക് ആസിഡിൻ്റെ മോളിക്കുലാർ ഫോർമുല. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് സൾഫൂറിക് ആസിഡ്. സൾഫൂറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ. എന്താണ്? H2SO4. അടുത്ത ബി ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 4 molecules ഓഫ് സൾഫൂറിക് ആസിഡ്. സൾഫൂറിക് ആസിഡിൻ്റെ 4 മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര എണ്ണം? അതാണ് ബി ക്വസ്റ്റ്യൻ. നോക്കിയോളൂ, ഇവിടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന H2SO4 അല്ലേ? അതായത് നമ്മുടെ സൾഫൂറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത 4H2SO4ൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. H2 എന്ന് പറയുമ്പോൾ 2 അല്ലേ? അപ്പോൾ 4 × 2 പ്ലസ് അടുത്ത 4 × സൾഫറിൽ എത്ര ആറ്റം? ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ 4 × 1 പ്ലസ് അടുത്ത 4 × ഓയിൽ, ഓക്സിജനിൽ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 × 4 എല്ലാം കൂടെ ആഡ് ചെയ്യുക. 4 × 2 8, 4 × 1 4, 4 × 4 16. അപ്പോൾ 8 + 4 + 16 എത്ര വരും? 8 + 4 12, 12 + 16 28. അപ്പോൾ 4 molecules ഓഫ് സൾഫൂറിക് ആസിഡിൽ എത്ര ആറ്റംസ് ഉണ്ട്? 28 ആറ്റംസ് ഉണ്ട്. അടുത്ത സി ക്വസ്റ്റ്യൻ, ഹൗ മെനി അമോണിയ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ എബോവ് കേസ്. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 4 molecules ഓഫ് സൾഫൂറിക് ആസിഡിൽ 28 ആറ്റംസ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര അമോണിയയുടെ മോളിക്യൂൾസ് എടുത്താൽ 28 ആറ്റംസ് നമുക്ക് കിട്ടും? അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. നോക്കിയോളൂ, അമോണിയയുടെ ഫോർമുല എന്താണ്? NH3 എന്നാണ്. NH3. അപ്പോൾ 1 നൈട്രജനും 3 ഹൈഡ്രജനും ചേർന്നതാണ് അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര മോളിക്യൂൾസ് വേണമെന്നുള്ളത് ഞാനിവിടെ സ്മോൾ ലെറ്റർ N വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. നൈട്രജൻ എത്ര? ഒരെണ്ണം ഉണ്ട്, 1 പ്ലസ് ഹൈഡ്രജൻ എത്ര? 3 എണ്ണം. അപ്പോൾ 1 + 3 എന്ന് ഞാൻ കൊടുത്തു. അടുത്തത് അപ്പോൾ 1 + 3 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ N × 4 ആയി. അപ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ്? 28 ആറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നോക്കിയോളൂ, N × 4 എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ N എന്ന് പറയുന്നത് 28 / 4 ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാം? 7 അമോണിയയുടെ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അമോണിയയുടെ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 28 ആകും. ബി ക്വസ്റ്റ്യൻ നോക്കിയോളൂ, ഇവിടെ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 3 കെമിക്കൽ ഇക്വേഷൻസ്. C6H12O6
അത് സാമ്പിൾ എ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത 3C2H5OH സാമ്പിൾ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. 6H2O2 സാമ്പിൾ സി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ സാമ്പിൾ ബി? സാമ്പിൾ ബിയിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയോളൂ, സാമ്പിൾ ബിയുടെ ഇക്വേഷൻ എന്താണ്? 3C2H5OH. അവിടെ സാമ്പിൾ ബിയിലുള്ള നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എത്ര എണ്ണമാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ 2 സ്ഥലത്ത് നമുക്ക് ഹൈഡ്രജൻ ഉണ്ട്. നോക്കണ്ടോ, ഒരു H5 ഉണ്ട്, പിന്നെ വേറെ ഒരു H ഉണ്ട്, പിന്നെ ഇപ്പോഴത്തെ 3 മോളിക്യൂൾസ് ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 ആദ്യത്തെ H5 എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ളത് പ്ലസ് അടുത്ത H അല്ലേ, വെറുതെ ഒരു H കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ എഴുതാം? 3 × 1 H1 ആണല്ലോ, അതുകൊണ്ട് നമുക്ക് 3 × 1 എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ എത്രയായി? 3 × 5 + 3 × 1 അല്ലേ. 3 × 5 ചെയ്യുമ്പോൾ 15 പ്ലസ് 3 × 1 ചെയ്യുമ്പോൾ 3. അപ്പോൾ 15 + 3 എന്ന് പറയുന്നത് 18. അപ്പം സാമ്പിൾ ബിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയുന്നത് 18. അടുത്ത ബി ക്വസ്റ്റ്യൻ, വിച്ച് സാമ്പിൾസ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ്? ഏതൊക്കെ സാമ്പിൾസിലാണ് ഒരേ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്? നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കണക്കാക്കി നോക്കിയാൽ സാമ്പിൾ എക്കും സാമ്പിൾ സിക്കുമാണ് ഒരേ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളതെന്ന് കാണാൻ കഴിയും. അടുത്ത സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 5 മോളിക്യൂൾസ് ഓഫ് സാമ്പിൾ എ. സാമ്പിൾ എയുടെ 5 മോളിക്യൂൾസിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര ഉണ്ട്? അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ ആദ്യം നമുക്ക് C6H12O6 എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ C6 അപ്പോൾ 6 H12 അപ്പോൾ 12 O6 അപ്പോൾ 6 + 12 ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 24 എന്ന് വരും. ഇനി എത്ര മോളിക്യൂൾസ് എന്നാ പറഞ്ഞിട്ടുള്ളത്? സാമ്പിൾ എയുടെ 5 മോളിക്യൂൾസിൽ എത്ര ആറ്റംസ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 5 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 5 × നമ്പർ ഓഫ് ആറ്റംസ് 24. ഒരു മോളിക്യൂളിൽ 24 ആറ്റംസ് ഉണ്ട്. അപ്പൊ 5 മോളിക്യൂൾസിൽ 5 × 24. 5 × 24 ചെയ്യുമ്പോൾ 120 കിട്ടും. അപ്പോൾ സാമ്പിൾ എയിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? ഓണം എക്സാമിനോടനുബന്ധിച്ചുള്ള കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും.